ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സർക്കാർ ഒടുവിലത്തെ സമയത്ത് പൊതുവിദ്യാഭ്യാസം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞത് അടിയന്തരമായി 40% സ്കൂൾ പൂട്ടണം എന്നായിരുന്നു. സർക്കാർ സ്കൂൾ ഒറ്റ സ്കൂൾ പൂട്ടിയില്ല എന്നതാണ് ഞങ്ങളുടെ നേട്ടം. ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കടത്തി വെട്ടിയതാണ് ഞങ്ങളുടെ നേട്ടം. ജില്ലാ ആശുപത്രിയുടെ മുകളിൽ മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് എഴുതി വെച്ച് തടി കഴിച്ചിലാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ പത്തനംതിട്ടയിലും അതുപോലെ ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡിലും സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് ദേശീയ അംഗീകാരം നേടിയതാണ് ഞങ്ങളുടെ നേട്ടം. ശ്രീകുമാർ, ഞാൻ ഇതല്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട്, നമുക്ക് വേഗത്തിൽ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ തുടർച്ചയായി ഒപ്പീനിയൻ പോളുകൾ വരുന്നു. ആ ഒപ്പീനിയൻ പോളുകളിൽ ഞാൻ വേറൊന്നും പറയുന്നില്ല, മനോരമ തന്നെ എടുക്കാം, അതൊന്നും അവസാന വാക്കുമല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പറയട്ടെ. അതിൽ വേണേൽ നമുക്ക് ആധികാരികതയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ആവട്ടെ. ഇതൊക്കെ ഉള്ളപ്പോൾ പോലും മനോരമയ്ക്ക് പോലും കേരളത്തിൻ്റെ നിലവിലെ 10 വർഷം ഭരിച്ചിട്ടും പ്രതിപക്ഷം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആ സർക്കാരിനെതിരെ കടുത്ത തീവ്രമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ മാത്രമേ രക്ഷയുള്ളൂ. ഇതാ നിലയ്ക്ക് ഇല്ല എന്ന് മാത്രമല്ല, അതിൻ്റെ നിഴൽ പോലും ഇല്ലാത്ത വിധം മനോരമയ്ക്ക് പോലും അവരുടെ തുടർച്ചയായ ഒപ്പീനിയൻ പോളിൽ പറയേണ്ടി വരുന്നു. തൊട്ടടുത്ത് പ്രതിപക്ഷ നേതാവ് അതേ മനോരമയോട് തന്നെ പറയുന്നു, രാഷ്ട്രീയ വനവാസം എന്നൊന്നും ഞാൻ നേരിട്ടൊരു എനിക്ക് ഫെസ്റ്റിവലാണെന്ന് തോന്നുന്നു, സ്വരാജിനോട് രാഷ്ട്രീയ വനവാസത്തെക്കുറിച്ച് അവിടെ ആരോ ചോദിച്ചപ്പോൾ സ്വരാജ് പറഞ്ഞു ആ അഭിപ്രായത്തോടും രീതിയോടും ഒന്നും ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വരാജ് അവിടെ സംസാരിച്ച് ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാഷ്ട്രീയ വനവാസം പറഞ്ഞൊക്കെ നമ്മൾ കേട്ടതാണ്, പരാജയപ്പെട്ടാൽ രാഷ്ട്രീയ വനവാസം. അദ്ദേഹം പറയാണ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അത്ഭുതപ്പെട്ടു പോയില്ലേ, നമ്മളൊക്കെ കേട്ട വീഡിയോയായി പ്രചരിച്ച യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ണുമടച്ച് ബ്ലൈൻഡായി, തുടക്കത്തിൽ പറഞ്ഞ വാചകത്തിലേക്ക് നമ്മൾ മടങ്ങി വരിക, കണ്ണുമടച്ചങ്ങ് നിരാകരിക്കുകയാണ്. കേട്ടു നിൽക്കുന്ന നമ്മളാണ് അസ്തമിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷകൾക്കൊത്ത് മുന്നോട്ട് പോകാത്തതിൻ്റെയോ തിരിച്ചടിയുടെയോ അവസ്ഥ, താങ്കൾ ഈ അവസ്ഥ എന്ന് തുടക്കത്തിൽ പരാമർശിച്ചിരുന്നു. ആ അവസ്ഥയിലാണോ ഇന്നിപ്പോൾ നേതാക്കൾ നിൽക്കുന്നത് കോൺഗ്രസിൽ? നോക്കൂ ശരത്തെ, നമ്മൾ ഈ ഡീലെന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു ആരോപണത്തിൽ CPM വീണ് ഇങ്ങനെ പെട്ടെന്ന് അവർ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. കാരണം CPM അവരുടെ ഡീൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അവർ ഈ തരത്തിൽ ഇനി ദിവസം കൊണ്ട് തുറന്നു പറഞ്ഞാൽ മതി, അതോടെ പ്രശ്നം തീരും. അതാണ് ഡീലിൻ്റെ കാര്യം. പിന്നെ ഇവിടെ ശ്രീ സ്വരാജ്, ഇവിടെ ഗോവിന്ദ മാഷ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞൊരു വസ്തുതയാണത്. എന്താണത്? RSSുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട്, അപ്പോൾ ഇത് വിവാദമാകില്ലേ എന്ന് ഇൻ്റർവ്യൂ ചെയ്ത മാതൃഭൂമിയിലത്തെ അഭിലാഷ് ചോദിച്ചപ്പോൾ വിവാദമായിക്കോട്ടെ, നടന്ന കാര്യമല്ലേ എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് ഞാൻ അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ RSSുമായിട്ട് സഹകരിക്കുന്ന ഡീലിൻ്റെ കാര്യമൊക്കെ രാഷ്ട്രീയമായിട്ട് ഇനിയും ചർച്ച ചെയ്യാൻ, കാരണം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും കൂട്ടരും സ്വരാജിനെ പോലുള്ള നേതാക്കളും ഒക്കെ ഈ ഡീലിൽ വീണുകിടന്ന് ഉരുളാതെ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ട് അവർ മടിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം അവർ നേട്ടങ്ങളെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെയുള്ള 10 വർഷം കൊണ്ട് ഒരുപാട് നേട്ടം ഉണ്ടാക്കിയല്ലോ. പക്ഷെ അത് അവർ പറയുന്നില്ല, പകരം ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, സ്വരാജ് അല്ല തീരുമാനിക്കുന്നത്. ഇത് വിഷയം അതായതുകൊണ്ട് അതേക്കുറിച്ച് പറയുന്നത് അദ്ദേഹം താങ്കളെ പോലെ തന്നെ നിർബന്ധിതനായതാണ്. വിഷയം തീരുമാനിച്ചത് ചാനലാണ്, സ്വരാജ് അല്ല. അല്ല ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ പറയുന്നത് അതിലിപ്പോ അല്ല, അത് CPM എന്നാ പറഞ്ഞ, സ്വരാജ് എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. സ്വരാജ് വീണ്ടും ഉരുളുന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കേണ്ട. CPM ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വരാജിന്റെ പേര് ഞാൻ അങ്ങനെ വ്യക്തികളെ കുറിച്ച് ഞാൻ പറയാറില്ല, ഒരു ചർച്ചയിലും പറയാറില്ല. അത് ശ്രീ സജീവനും അറിയുന്ന കാര്യമാണ്. ഇവിടെ അതായത് നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് ഇടപെട്ടുകൊണ്ട് ആ വിഷയം വന്നു. ചോദ്യം VD സതീശൻ വനവാസത്തിന് വന്നു. നമ്മളൊരു പ്രസംഗമാണെങ്കിലും ഒരു പത്രസമ്മേളനമാണെങ്കിലും ഓരോ ഘട്ടത്തിലും നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കഠിനമായ പദപ്രയോഗങ്ങളും സാങ്കല്പികവും ആലങ്കാരികവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഡിസംബറിലെ തെരഞ്ഞെടുപ്പ് കാലത്താണ് പറഞ്ഞത് വനവാസത്തിന് പോകുന്നത്. അങ്ങനെ ഡിസംബറിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞപ്പോൾ എന്താണ്, കേരളം തൂത്തുവാരി UDF 6 കോർപ്പറേഷനുകളിൽ 4 കോൺഗ്രസിൻ്റെ കിട്ടി, ഒരെണ്ണം CPMനെ ഭരിക്കാൻ പറ്റിയില്ല, എന്നാലും കഷ്ടിച്ച് സജീവൻ്റെ നാട്ടിൽ ഭരിക്കുന്നു, ഒരെണ്ണം കഷ്ടിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് BJP ഭരിക്കുന്നു. അപ്പോൾ അങ്ങനെ അന്ന് പറഞ്ഞുകൊണ്ടൊരു ഗുണമുണ്ടായി, വനവാസത്തിന് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഗുണമുണ്ടായി. തൂത്തുവാരി, മുനിസിപ്പാലിറ്റി തൂത്തുവാരി, കോർപ്പറേഷൻ തൂത്തുവാരി, ജില്ലാ പഞ്ചായത്ത് തൂത്തുവാരി, ബ്ലോക്ക് പഞ്ചായത്തുകൾ തൂത്തുവാരി. അതാണ് രാഷ്ട്രീയക്കാരൻ്റെ മിടുക്കെന്ന് പറയുന്നത്. അത് തിളക്കമാർന്ന വിജയമാണ്. അല്ലാണ്ട് ഒരാൾ തോറ്റു കഴിഞ്ഞാൽ തന്നെ മരവുരി ഉടുത്തിട്ട് ആരെങ്കിലും വനവാസത്തിന് പോവോ? അതൊക്കെ ആ സങ്കല്പമൊക്കെ ജനത്തിന് മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ജനത്തിന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്, നാളെ മുതൽ ചർച്ചാ വിഷയമാകുന്നത് പിണറായി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളുണ്ടോ, എന്താണ് നിങ്ങളുടെ ഒരു നേട്ടം പറയുന്നൊരു ചോദ്യം സതീശൻ ചോദിച്ചാൽ ഒരു നേട്ടത്തിന് വേണ്ടി പരക്കം പായേണ്ടി വരും. ഒരു നേട്ടം ഇവർ പറയും, വിഴിഞ്ഞം പറയും, സിയാല് പറയും, കണ്ണൂർ പറയും, ഒക്കെ പറയും. പക്ഷെ നിങ്ങളുടെ നേട്ടം പറയാമെന്ന് പറഞ്ഞാൽ കേരളയിലൂടെ പോയി കേരളയിലൂടെ പോയി ചോദ്യം ചോദിച്ചാൽ ഇല്ല.
അപ്പോൾ അതുകൊണ്ട് CPM-ൻ്റെ ഈ നിലപാട് 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ലെന്ന് പറഞ്ഞ പാർട്ടി ശബരിമല വിഷയത്തിൽ U-ടേൺ അടിച്ചു. സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ കാര്യം. CPM-ൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അതാണ് സുധാകരൻ പറഞ്ഞതും അതാണ് CPM വിട്ടുവരുന്ന എല്ലാ നേതാക്കളും പറയുന്നതും. അതായത് ശ്രീ സ്വരാജ്, ഞാൻ വളരെ ചുരുക്കിയത് പറയാം. അതായത് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ VD സതീശനാവട്ടെ, അദ്ദേഹം പേരെടുത്ത് VD സതീശനൊക്കെ പറയുന്നത് CPM-ന് മനസ്സിലാകാത്തതാണ്, ജനങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. മറുപടി അതിൻ്റെ നേട്ടം അവർക്കും ഉണ്ടായി ഡിസംബറിൽ. ഗോവിന്ദ മാഷ് പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അത് അന്ന് ഗോവിന്ദ മാഷ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങ് അത് കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമയം പോലെ അത് വീണ്ടും ചർച്ച ചെയ്യാം. പക്ഷേ എനിക്ക് വളരെ അതിശയകരമായി തോന്നിയൊരു കാര്യം, പ്രതിപക്ഷ നേതാവിനെ തന്നെ ഒരർത്ഥത്തിൽ അങ്ങ് ഇവിടെ ഭംഗിയായി തള്ളി പറഞ്ഞിരിക്കുകയാണ്. അത് എന്താ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം? വനവാസത്തിന് പോകുന്നൊക്കെ പറയുന്ന ഒരു പറച്ചിലാണ്, അല്ലാതെ ആരെങ്കിലും ഇത് പോവുമോ? ഇത് തന്നെയാണ് പ്രശ്നം. പറയുന്ന ഒരു വാക്കിനോടും ആത്മാർത്ഥതയില്ല. വനവാസത്തിന് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുമില്ല. അതൊരു അപ്പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. തെരഞ്ഞെടുപ്പ് തോറ്റാൽ വനവാസത്തിന് പോകലാണോ രീതി? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ തോറ്റപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വനവാസത്തിന് പോയോ? അതിന് മുമ്പ് തോറ്റപ്പോൾ അന്നത്തെ നേതാവ് വനവാസത്തിന് പോയോ? ഇല്ല. അപ്പോൾ ഇദ്ദേഹവും വനത്തിൽ പോയി വസിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇമാതിരി വിടുവായത്തരങ്ങൾ പറയരുതെന്നേ ഉള്ളൂ. തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലെ ഒരു കാര്യം മാത്രമാണ്. ജയപരാജയങ്ങളൊക്കെ വരും. അതിനെ ധീരമായി നേരിട്ട് ജയിച്ചാൽ ജയിച്ച ഉത്തരവാദിത്വവും, തോറ്റാൽ എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിച്ച് ആ കാര്യങ്ങളും ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഡിസംബറിൽ പറഞ്ഞതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൂത്തുവാരി എന്നൊക്കെ പറഞ്ഞു. അത് അങ്ങേക്കെന്തോ ഓർമ്മ പശക്ക് പറ്റിയതാണ്. അദ്ദേഹം പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുമ്പോൾ വന്നില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നതാണ് പറഞ്ഞത്, അല്ലാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ശബരിമല U-ടേൺ, ഞാനതും സമയക്കുറവുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷേ അന്ന് 2019 ആ സമയത്ത് 2018 കൊടുത്ത സത്യവാങ്മൂലത്തിലെ അതേ പാരഗ്രാഫാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത്. വള്ളി പുള്ളി വിസർഗം വ്യത്യാസമില്ല. അപ്പോൾ U-ടേൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രചരണത്തിന് വേണ്ടി പറഞ്ഞു. പക്ഷേ 2018 സത്യവാങ്മൂലത്തിലെ അതേ പാരഗ്രാഫ് എടുത്ത് ഇപ്പോൾ വീണ്ടും കൊടുത്തിരിക്കുകയാണ്. നിലപാട് എപ്പോഴും ഒന്ന് തന്നെയാണ്. സമയം പോലെ നമുക്ക് വിശദീകരിക്കാം. പിന്നെ അവസാനം അങ്ങ് പറഞ്ഞത് ഇത്തിരി കടന്ന കൈയായിപ്പോയി. വികസനം പറഞ്ഞുകൂടെ, നേട്ടം പറഞ്ഞുകൂടെ? ഞാനിപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് വരികയാണ്. അവിടെ ഒരു മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് ആദ്യന്തം പറഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളാണ്. എല്ലാവരും പറയുന്നത് അതാണ്. അതിനെ വഴിതെറ്റിക്കാൻ കൂടിയാണ് ഇത്തരം ചില ആരോപണമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇങ്ങനെ ചില അസംബന്ധങ്ങൾ പറയുമ്പോൾ മറുപടി പറയേണ്ടി വരും, അത്രയേ ഉള്ളൂ. നേട്ടം തന്നെയാണ് പറയുന്നത്. പിന്നെ അങ്ങ് ചോദിച്ചു നിങ്ങളുടെ ഒരു നേട്ടം പറ എന്ന് പറഞ്ഞു. അത് കഷ്ടമായിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ച കാണുന്ന ആളുകളുണ്ടാവുമല്ലോ. കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ കർണാടകയിൽ 3000-ൽ പരം സർക്കാർ പള്ളിക്കൂടം അടച്ചുപൂട്ടി. കേരളത്തിൽ ഒരൊറ്റ എണ്ണം അടച്ചുപൂട്ടിയില്ല. ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സർക്കാർ ഒടുവിലത്തെ സമയത്ത് പൊതുവിദ്യാഭ്യാസം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞത് അടിയന്തരമായി 40% സ്കൂൾ പൂട്ടണം എന്നായിരുന്നു. സർക്കാർ സ്കൂൾ ഒറ്റ സ്കൂൾ പൂട്ടിയില്ല എന്നതാണ് ഞങ്ങളുടെ നേട്ടം. പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കൊടുക്കാത്ത നിങ്ങളുടെ കാലത്തിൽ നിന്നും, ഓണം നേരത്തെ വന്നുവെന്ന് പറഞ്ഞ മന്ത്രിയുടെ വങ്കത്തരങ്ങളിൽ നിന്നും, സ്കൂൾ പൂട്ടുന്നതിന് മുൻപേ അടുത്ത കൊല്ലത്തെ പാഠപുസ്തകം കൊടുക്കുന്നതിലേക്ക് മാറിയതാണ് ഞങ്ങളുടെ നേട്ടം. ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കടത്തി വെട്ടിയതാണ് ഞങ്ങളുടെ നേട്ടം. ജില്ലാ ആശുപത്രിയുടെ മുകളിൽ മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് എഴുതി വെച്ച് തടി കഴിച്ചിലാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ പത്തനംതിട്ടയിലും അതുപോലെ ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡിലും സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് ദേശീയ അംഗീകാരം നേടിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിൽ ആദ്യമായിട്ട് 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തതാണ് ഞങ്ങളുടെ നേട്ടം. വീട്ടമ്മമാരുടെ പെൻഷൻ എന്ന ചരിത്രത്തിലെ ആദ്യ ചുവടുവയ്പ് ഇന്ത്യയിൽ കേരളത്തിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ നേട്ടം. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് ഏർപ്പെടുത്തിയാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമന നിരോധന ഉത്തരവിറക്കി PSC വഴിയുള്ള നിയമനങ്ങൾ മരവിപ്പിച്ചപ്പോൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 3 ലക്ഷം ചെറുപ്പക്കാരെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കി മാറ്റിയതാണ് ഞങ്ങളുടെ നേട്ടം. 4 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്താണ് ഞങ്ങളുടെ നേട്ടം. 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ച് അസാധ്യം എന്ന് ഫയലിൽ എഴുതി വെച്ച ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ പകുതി വഴിയിൽ അവസാനിപ്പിച്ച് അസാധ്യമെന്ന് തീർപ്പ് കൽപ്പിച്ച കൊച്ചി ഇടമൺ പവർ ഹൈവേ പൂർത്തിയാക്കി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 കൊല്ലം സമ്മാനിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. നിങ്ങൾ അസാധ്യമെന്ന് തീർപ്പ് കൽപ്പിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സ്ഥാപിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. കേരളത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ചതാണ് ഞങ്ങളുടെ നേട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ
കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കിയതാണ് ഞങ്ങളുടെ നേട്ടം. ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് സമയമുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ വിശദീകരിച്ച് തരാം. എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. ശ്രീകുമാർ താങ്കളിൽ നിന്ന് ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും സ്വരാജ്, ഞാൻ ചോദിച്ചത് ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ്. അതാ വീണ്ടും ഞാൻ ചോദിച്ചത് ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയെ കുറിച്ച്, അല്ലാണ്ട് 4.5 ലക്ഷം പട്ടയവും 5 ലക്ഷം ഏറ്റവും മികച്ച പാർപ്പിടവും ഒന്നും ഫ്ലാഗ്ഷിപ്പ് അല്ല. സ്വരാജ് കൊടുക്കുന്നതും സ്കൂൾ പണിയുന്നതൊക്കെ ഉദ്യോഗസ്ഥന്മാരാ. കണ്ടില്ലേ, ഉദ്യോഗസ്ഥ ഭരണം. കണ്ണൂർ വിമാനത്താവളം പോലെ, കൊച്ചി വിമാനത്താവളം പോലെ പറഞ്ഞതിലേക്ക് നമ്മുടെ സമയം ഇപ്പൊ തന്നെ കഴിഞ്ഞു. ചോദിച്ചത് ശരി, ഫ്ലാഗ്ഷിപ്പാണ് പ്രശ്നം. ശരി ശരി, ഞാൻ പറയാം. അങ്ങോട്ട് പറയുമ്പോൾ ആദരവോടെ ഒരു കാര്യം യോജിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തതെന്നൊന്നും പറയരുത്. അത് ഒരു ചർച്ചയിൽ അങ്ങേക്ക് യോജിച്ചതല്ല. ഇനി ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ എക്കാലത്തെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി അല്ലേ? ഗവൺമെന്റിന്റെ തുടർച്ചയല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളെ തിരുത്തി ഞങ്ങൾ എന്നാണ്. 40% സ്കൂളുകൾ അടച്ചുപൂട്ടാൻ റിപ്പോർട്ട് എഴുതിയവരിൽ നിന്ന് ഒറ്റ പള്ളിക്കൂടം അടച്ചുപൂട്ടാൻ പാടില്ല എന്നും എല്ലാ ക്ലാസ് മുറിയും സ്മാർട്ട് ക്ലാസ് മുറി ആക്കണമെന്നും തീരുമാനിച്ച ആ മാറ്റമാണ് പറഞ്ഞത്. ഇനി ഫ്ലാഗ്ഷിപ്പിലേക്ക് വരാം. ഈ നമ്മുടെ ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാണ് ഗാർഡിയൻ ദിനപത്രം കേരളത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനത്തിൻ്റെ ഒടുവിൽ എഴുതിയ ഒരു വാചകം, ബ്രിട്ടനിലെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ കേരളത്തെ മാതൃകയാക്കണമെന്നാ. ഏതായിരുന്നു ഓർമ്മയുണ്ടോ? ഇൻ്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതാക്കാൻ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെൻറ് ജനങ്ങൾക്ക് സൗജന്യമായും സൗജന്യ നിരക്കിലും ഇൻ്റർനെറ്റ് സേവനങ്ങൾ കൊടുക്കുന്ന കെ ഫോൺ ഇപ്പോൾ നിങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ വ്യാപകമായി കണക്ഷൻ കൊടുത്തു വരുന്നു, ലക്ഷക്കണക്കിന് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ് 190 കൊല്ലം ഇന്ത്യ ഭരിച്ച ബ്രിട്ടനിലെ ഒരു ആധികാരികതയുള്ള പത്രം പ്രശംസിച്ചുകൊണ്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഇത് മാതൃകയാക്കി ബ്രിട്ടനിലും ഇൻ്റർനെറ്റ് സേവനം പൗരന്മാർക്ക് സൗജന്യ നിരക്കിൽ കൊടുക്കുന്ന പദ്ധതി വേണം എന്നും എഴുതിയത്. ഇനി ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം വേറെ വേണോ നിങ്ങൾക്ക്? അങ്ങ് ഇത് അംഗീകരിക്കണ്ട, രാഷ്ട്രീയം കൊണ്ട് മാറ്റം കാണണം. ഒരു സാമ്പിൾ കൂടി, അത് ഞങ്ങൾക്ക് വേണ്ടി, ഇത് സജീവന് വേണ്ടിയിട്ട്, ശ്രീ സജീവന് വേണ്ടിയിട്ട്. ശ്രീ സജീവന് വേണ്ടി ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി കൂടി പറയാമോ സ്വരാജ്? കെ ഫോൺ എവിടെയാന്നൊക്കെ ചോദിക്കുക. കെ ഫോണിന് നെറ്റ് കിട്ടാത്ത സ്കൂളുകളൊക്കെ BSNലേക്ക് മാറി. കെ ഫോൺ എവിടെയാ ഉള്ളതെന്ന്? കെ ഫോണിന് നെറ്റ് കിട്ടാഞ്ഞിട്ട് സ്കൂളുകളൊക്കെ BSNലേക്ക് മാറി. അങ്ങ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വേണമെങ്കിൽ നമുക്കിങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ കെ ഫോൺ ആദ്യഘട്ടം ഓഫീസുകളിലായിരുന്നു, 2ാം ഘട്ടം വീടുകളിലാണ്. വീടുകളിൽ ഇപ്പോൾ കെ ഫോൺ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും അതിന് തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ബാലാരിഷ്ടതയാവും. അങ്ങ് ഈ പദ്ധതിയൊന്നും തള്ളിപ്പറയരുത്. ലോകം മുഴുവൻ അംഗീകരിച്ച മഹത്തായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയൊന്നും അങ്ങ് തള്ളിപ്പറയരുത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യഹൃദയം ഒരു ജില്ലാ ആശുപത്രിയിൽ മാറ്റിവെച്ചത് അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്ത്യയിൽ ആദ്യമായി. നിങ്ങൾ കത്രിക വയറ്റിലായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ലോകത്തിൽ ഈ ക്ലിനിക്കൽ നെഗ്ലിജൻസ് ഏത് വികസിത രാജ്യത്തും നമുക്ക് കാണാൻ പറ്റും. തെറ്റുപറ്റിയാൽ തിരുത്തുക, നടപടി സ്വീകരിക്കുക, ആവർത്തിക്കാതിരിക്കുക, നഷ്ടപരിഹാരം കൊടുക്കുക, അതല്ലേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ, ഞാനിപ്പോൾ എറണാകുളത്തു നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, എറണാകുളം ജില്ലാ ആശുപത്രിയിൽ മനുഷ്യഹൃദയം മാറ്റിവെച്ചു. മാറ്റമല്ലേ? വാട്ടർ മെട്രോയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ. കഴിഞ്ഞ മാസം ഞാൻ വായിച്ചൊരു വാർത്ത, ഈ വാട്ടർ മെട്രോയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിലെ 20 വൻനഗരങ്ങളിൽ കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ജല മെട്രോ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നാണ്. കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണ്. നമ്മുടെ മഹത്തായ ഒരു നേട്ടം കണ്ടിട്ട് രാഷ്ട്രീയ കാരണം കൊണ്ട് നിങ്ങൾ എതിർത്തോ, പക്ഷെ നാട്ടിലുണ്ടായ മാറ്റം കാണരുത്. ജല മെട്രോ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അല്ലേ? കെ ഫോൺ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അല്ലേ? ലൈഫ് പദ്ധതി ഒരു ഫ്ലാഗ്ഷിപ്പ് അല്ലേ? നമ്മൾ കള്ളക്കണക്ക് പറയുന്നതിലൊന്നും അർത്ഥമില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, മറ്റേ പ്രതിപക്ഷ നേതാവ്, ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുന്നില്ല, അദ്ദേഹം വന്ന് അബദ്ധത്തിൽ പോലും ഒരു സത്യം പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ദുഃഖമേ ഉള്ളൂ. രേഖകളും കണക്കുകളും വെച്ച് നമ്മൾ സംസാരിക്കാം. 4 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തത് ഒരു ചെറിയ കാര്യമാണോ? അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും അങ്ങ് ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തല്ലേ നായനാർ ഗവൺമെൻറ് തുടങ്ങിയത്? സിലിക്കൺ വാലി സന്ദർശിച്ചതിൻ്റെ ഗുണഫലമാണത്. ആ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അത് കൊൽക്കത്തയിലല്ല, മുംബൈയിലല്ല, ഡൽഹിയിലല്ല, നമ്മുടെ തിരുവനന്തപുരത്താണ് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടായത്. അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയൊരു നേട്ടമല്ലേ? മഹാവ്യാധിയിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടതാണ് ഒരു പാഠം. ഇനി ഭാവിയിലൊരു മാറാവ്യാധി പൊട്ടിപ്പുറപ്പെട്ടാൽ ആ വൈറസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും അതിൻ്റെ വാക്സിൻ വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനും ഒക്കെ നമുക്ക് സ്വന്തമായി
ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്ന ആവശ്യം സാക്ഷാത്കരിക്കപ്പെട്ടതാണ്. ഓക്കെ, സാഹചര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാനാണ് നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചത്. ഞാൻ റൈറ്റ്.